കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ഫലം മാത്രമാണ് നമ്മൾ ഈ വിശകലനത്തിൽ പറയാൻ പോകുന്നത്. നമുക്കറിയാം, എല്ലാ എക്സിറ്റ് പോളുകളും പറഞ്ഞിരുന്നു BJP ഇത്തവണ 2 മുതൽ 3 വരെ സീറ്റുകൾ പിടിക്കുമെന്നും കോൺഗ്രസ് പാർട്ടി തൂത്തുവാരുമെന്നും ഉള്ള സർവേകൾ തന്നെയായിരുന്നു വന്നിരുന്നത്. ഏതാണ്ട് അതിനെ ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ നേരത്തെ പല നിരീക്ഷകരും പറഞ്ഞിരുന്നത് ആലത്തൂരും ഒരുപക്ഷെ മാവേലിക്കരയും മാത്രമാകും ഇടതുപക്ഷത്തിന് കിട്ടാൻ സാധ്യത എന്നുള്ളതാണ്. അതിൽ ആലത്തൂർ ഇപ്പോൾ LDF മുന്നേറുന്നു എന്നുള്ളത് മാത്രമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസത്തിന് വകയുള്ളത്. മാവേലിക്കരയും ഏതാണ്ട് അവരിൽ നിന്ന് നഷ്ടമാകുന്ന ഒരു കാഴ്ചയാണ്. അല്ലെങ്കിൽ നേരത്തെ വളരെ വർഷങ്ങളായി അവിടെ MP ആയിരുന്ന കൊടിക്കുന്നിൽ സുരേഷിന് ആ സീറ്റ് നിലനിർത്താൻ കഴിയുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം പലതരത്തിൽ ചിന്തിക്കേണ്ടുന്ന ഒരു സമയമാണ്. സാധാരണ ന്യൂനപക്ഷ വോട്ടുകളുടെ ഇടയിലേക്ക് BJP എത്തിച്ചേരില്ല എന്നാണ് ഇതുവരെയുള്ള പ്രവചനങ്ങളും പ്രവർത്തനങ്ങളും വിശ്വാസങ്ങളും ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് BJPക്ക് പല വിഭാഗങ്ങളുടെ ഇടയിലേക്ക് കടന്നു കയറാൻ കഴിയുന്നു എന്നതിന്റെ സൂചന കൂടിയാണ്. 2 സ്ഥാനങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും അവർ വിജയിക്കുകയാണെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നിർണായകമായിട്ടുള്ള വിജയമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമിയെ മാറ്റിമറിക്കുമെന്ന് നമ്മൾ മുൻപ് തന്നെ പ്രൈം വിറ്റ്നസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് അതുപോലെ തന്നെ സംഭവിക്കാനുള്ള സാധ്യതയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിന് ഉണ്ടാകുന്ന ഈ തിരിച്ചടി അത് ഭരണപക്ഷ വിരുദ്ധ വികാരമാണോ എന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെ ഭരണപക്ഷ വിരുദ്ധ വികാരമാകും എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമല്ല. കാരണം എല്ലാ എക്സിറ്റ് പോളുകളും എല്ലാവരും പറഞ്ഞതാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകസഭയിലേക്കും നിയമസഭയിലേക്കും ഉള്ള തെരഞ്ഞെടുപ്പ് 2 വ്യത്യസ്തമായ വീക്ഷണകോണുകളിലൂടെയാണ് കാണേണ്ടുന്നത് എന്ന്. എങ്കിലും ഇപ്പോൾ നടത്തിയ പഠനങ്ങളെല്ലാം തന്നെ കാണിച്ചത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വിലയിരുത്തലുകൾ വന്നിരുന്നു. ഏതാണ്ട് അതിനെ പൂർണ്ണമായി ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ക്രിസ്ത്യൻ, ഞാൻ വളരെ നേരിട്ട് തന്നെ പറയുകയാണ്, തൃശ്ശൂരിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വിഭാഗത്തിലെ ഇടയിലേക്ക് BJPക്ക് വളർച്ച ഉണ്ടായിരിക്കുന്നു, സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുന്നു എന്നത് വളരെ വ്യക്തമായിരിക്കുകയാണ്. ഒരുപക്ഷെ സുനിൽകുമാർ 2ാം സ്ഥാനത്തെത്തുന്നതും മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് പോകുന്നു. ഈ തിരിച്ചറിവ് മുരളീധരൻ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, പാളയത്തിൽ തന്നെ പടയുണ്ടായിരുന്നു എന്ന് മുരളീധരന് മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ എടുത്ത ഒരു മുൻകൂർ ജാമ്യമാകണം ഒരുപക്ഷെ CPM ക്രോസ് വോട്ട് ചെയ്തു എന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് ശേഷം ആരോപണം ഉന്നയിച്ചത്. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലുള്ള ധാരണ തന്നെയാണ് പ്രകടമാക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിന് ഇവിടെ നഷ്ടമായ വോട്ടുകൾക്ക് കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും. ഒപ്പം ഇടതുപക്ഷത്തിന്റെ വോട്ടുകളും അവിടെ ചോർന്നിട്ടുണ്ട്. വലിയ ഭൂരിപക്ഷമാണ് ഇപ്പോൾ സുരേഷ് ഗോപി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ കേരളത്തിൽ നിന്ന് ഈ വോട്ടുകൾ പലപ്പോഴും പോകുന്നത് UDFന്റെ പക്കലിൽ നിന്നായിരിക്കും എന്നാണ് ഇതുവരെയും ഇടതുപക്ഷം ആരോപണം ഉന്നയിച്ചിരുന്നുവെങ്കിൽ മിക്ക മണ്ഡലങ്ങളിലും ഉണ്ടാകുന്ന ഈ വോട്ട് വർധനവ്, വോട്ടിംഗ് ഷെയറിൽ ഉണ്ടാകുന്ന വർധനവ് തീർച്ചയായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ അനുകൂലമായി ഘടകമായി മാറുകയും UDFനെയും LDFനെയും സംബന്ധിച്ചിടത്തോളം ഇരുത്തി ചിന്തിപ്പിക്കേണ്ടുന്ന ഒരു സമയം കൂടിയാണിത്. UDFന്റെ വോട്ടുകളിൽ മാത്രമല്ല വിള്ളലുകൾ ഉണ്ടായിട്ടുള്ളതെന്നും LDFന്റെ വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാവുന്നു എന്നും തിരിച്ചറിയേണ്ടുന്ന ഒരു സമയമാണ്. കൃത്യമായി പറഞ്ഞാൽ OBC വിഭാഗങ്ങളുടെ, ഈഴവ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുടെ, തീയ ഉൾപ്പെടെയുള്ള സമൂഹങ്ങളുടെ വോട്ടുകൾ ഏതാണ്ട് കേരളത്തിൽ നിന്ന് BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ അറിയണം. നേരത്തെ പ്രബല പല വിഭാഗങ്ങളുടെ വോട്ടുകൾ തീർച്ചയായിട്ടും 2019 മുമ്പ് തന്നെ BJPയിലേക്ക് തിരിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അവർ ഒരു നിരന്തരമായ ഒരു വളർച്ച കേരളത്തിൽ വോട്ടിംഗ് ഷെയറിൽ കാണിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ഒരിക്കലും പോകാൻ സാധ്യതയില്ല എന്ന് കരുതിയ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ വോട്ട് ബേസായി നിലനിന്നിരുന്ന ആ വോട്ട് ബേസിലേക്ക് കൂടി BJP കടന്നു കയറുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഭൂമികയിൽ അവർ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇത്തവണ 2 ലോക്സഭാ സീറ്റുകളിലേക്കാണ് BJP വിജയിച്ചതെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തീർച്ചയായിട്ടും നേട്ടമുണ്ടാക്കുവാൻ BJPക്ക് ആകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം തിരുവനന്തപുരത്ത് കോർപ്പറേഷനുകളിൽ നമുക്കറിയാം ഇപ്പോൾ പല സ്ഥലങ്ങളിലും BJPയുടെ പ്രതിനിധികളാണ് ഉള്ളത്. അതുകൊണ്ട് സംഘടനാ സംവിധാനവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് അവർക്ക് വളർച്ചയുണ്ട്. അതിനുപരിയായി BJPക്ക് വളരാൻ കഴിയുന്നു എന്നുള്ളത് ഒരു മികച്ച നേട്ടമാണ്. എന്തുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള ഈ നേട്ടം ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്ക് പറഞ്ഞത്ര മുന്നിലേക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിലും കേരളത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപടി മുൻപിൽ എന്ന് ഞാൻ പറയും. ഒരുപക്ഷെ BJPക്കാർ അംഗീകരിക്കണമെന്നില്ല, അവർ പറയും തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ് 2 സീറ്റ് എന്ന് പറയും. പക്ഷെ എങ്കിലും അവർക്ക് പോലും 2ഉം കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പല വ്യക്തിപരമായ സംസാരങ്ങളിൽ അവർ പറഞ്ഞു ഒന്നെങ്കിലും ഞങ്ങൾ പിടിക്കുമെന്നാണ് പറഞ്ഞത്. അത് ഒന്നല്ല, മിക്കവാറും 2 സീറ്റുകളും അവർ ഏതാണ്ട് സ്വായത്തമാക്കാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും 1 സീറ്റ് ഏകദേശം ഉറപ്പിച്ചിരിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ തെരഞ്ഞെടുപ്പ് 2 വലിയ പാഠങ്ങളാണ് നൽകുന്നത്. ഒന്ന്, വരുംകാല കേരള രാഷ്ട്രീയത്തിൽ BJPക്ക് വളരെ വലിയ സ്ഥാനം വഹിക്കാനുണ്ടാവും. കേരളത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഇരുധ്രുവ രാഷ്ട്രീയം, ബൈപോളാർ പൊളിറ്റിക്സിന് മാറ്റം വരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. മറ്റൊന്ന്, BJP തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയുമായി കരുതിയിരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ
അവിടെ നിന്നും BJP-യിലേക്ക് വോട്ടുകൾ വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. മാത്രമല്ല യുവാക്കളുടെ വോട്ടുകൾ എന്തുകൊണ്ട് പഴയ പ്രസ്ഥാനങ്ങളെ അല്ലെങ്കിൽ വളരെ കാലമായി ഇരുധ്രുവ രാഷ്ട്രീയത്തിൽ നേതൃത്വം വഹിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിക്കും ഇടതുപക്ഷത്തിനും അത്രത്തോളം എന്തുകൊണ്ട് ആ വോട്ടുകളെ ചിലയിടത്തെങ്കിലും പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരുപക്ഷെ തിരുവനന്തപുരത്തും തൃശ്ശൂരിനും BJP-ക്ക് നേട്ടമുണ്ടാക്കുന്നത് സ്ത്രീകളുടെയും അതുപോലെ തന്നെ യുവാക്കളുടെയും മൈനോറിറ്റി വിഭാഗങ്ങളുടെ ഒക്കെ പിന്തുണയോടെയാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി ഇടതുപക്ഷത്തിനും ഏറ്റവും വലിയ വിജയം ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്കും അതിനേക്കാൾ മികച്ച വിജയം അധികാരത്തിൽ എത്തുക വഴി BJP-ക്കും കേരളത്തിൽ ഏറ്റവും വലിയ പ്രതീക്ഷയോടെ BJP നടത്തിയതിന് ശ്രമങ്ങൾക്ക് ഫലം കാണുന്നു എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാനം വരെ കാത്തിരിക്കാം. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ പ്രൈം വിറ്റ്നസ് പറഞ്ഞ സർവേ ഫലങ്ങൾ നമ്മൾ സർവേ നടത്തിയില്ല, നമ്മുടെ നിരീക്ഷണങ്ങൾ ഏതാണ്ട് 99% ശരിവെക്കുന്ന തരത്തിൽ വന്നു എന്നുള്ളതിൽ പ്രൈം വിറ്റ്നസിനോടൊപ്പം എനിക്കും അഭിമാനിക്കാം.